വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 450, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെയും ഇന്നലത്തെ പോലെ തന്നെ പ്രോമോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം എപ്പിസോഡിൻ്റെ പ്രോമോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഇത് നേരെ വരെയും ഇന്നത്തെ എപ്പിസോഡിൻ്റെയും പ്രോമോ വന്നിട്ടില്ല. ഒരു ചെറിയൊരു ക്ലിക്ക് ബൈറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വോയിസ് ഓവർ പ്രോമോ ആണ്. അതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു വോയിസ് ഓവറിൽ ആദ്യം തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താക്കോൽ തേടി നീലു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത ഫോട്ടോയിൽ കാണിക്കുന്നത് അന്വേഷണ ചുമതല CID ബാലുവിനും സംശയാസ്പദമായി ചിലർ എന്ന് മാത്രമാണ് ആ ഒരു പ്രോമോയിൽ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഡയലോഗ് പറയുന്ന ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോമോ മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ താക്കോൽ തേടി നീലു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ വീടിൻ്റെ താക്കോലായിരിക്കാം, വേറൊരു താക്കോലും അവിടെ കാണാതിരിക്കാനുള്ള സാധ്യതയില്ല. വീടിൻ്റെ താക്കോൽ മാത്രമാണ് ആ ഒരു പ്രോമോ വെച്ച് നോക്കുമ്പോൾ, ഉപ്പുമുളകും വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു മിസ്സിങ് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. വേറെ കാറോ വണ്ടിയോ വെഹിക്കിളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാനായിട്ട് ബാലു തൻ്റെ CID പണിയുമായിട്ട് ഇന്ന് കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാലു ആ താക്കോൽ ആരെടുത്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. നമുക്കറിയാം ബാലു ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിരിക്കും എന്നത്. ഇതിനു മുമ്പും ബാലു എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമ്പോൾ, അതുപോലെ ഫോർ എക്സാമ്പിൾ 2 ആഴ്ച മുമ്പ് നടന്ന ആ ഒരു തുമ്പി എന്നൊരു പൂച്ചേനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡിലും ആരാണ് ആ തുമ്പിയെ എടുത്തത്, ആരാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ബാലു കണ്ടുപിടിക്കുന്നത് പോലെ ബാലു കുറേ പേരിനെ ഡൗട്ട് അടിച്ചിട്ട് ലച്ചുവിനെയും ദീനെയും കേശുവിനെയൊക്കെ ഡൗട്ട് അടിച്ചിട്ട് ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഒരാളെ മാറ്റി നിർത്തി മറ്റൊരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ബാലു ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലത്തെ എപ്പിസോഡൊക്കെ അടിപൊളി എപ്പിസോഡാവാനേ സാധ്യതയുള്ളൂ. ഇതിന് മുമ്പും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നും അതുപോലത്തെ ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. താക്കോൽ കാണാനായിട്ട് ബാലു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് പോലെയോ ഇല്ലേ സ്വാഭാവികമായിട്ട് ആരോ മാറ്റി വെച്ചതുപോലെ, സ്വാഭാവികമായിട്ട് താക്കോൽ കാണാതായതുപോലെ മറന്നു വെച്ചതുപോലെ ഇത് അവസാനം ബാലു കണ്ടുപിടിക്കുന്നത് പോലെ ആയിരിക്കണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഉപ്പുമുളകിൽ ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണെന്ന്. ലച്ചുവുമില്ല, ശിവാനിയുമില്ല. ശിവാനിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സാം ആയതുകൊണ്ട് ഒരു ലോങ് ലീവാണ് ശിവാനി എടുത്തിരിക്കുന്നത്. ഇനി ഏപ്രിലൊക്കെ ശിവാനി വരാൻ സാധ്യതയുള്ളൂ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. ചിലപ്പോൾ 1-2 എപ്പിസോഡ് ഇടയിൽ വന്ന് അഭിനയിച്ചിട്ട് പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഉപ്പുമുളകിൽ ശിവാനി ഉണ്ടായിരിക്കുന്നതല്ല ഏപ്രിൽ വരെ. ലച്ചു ഡൽഹിയിലായിരുന്നത് കൊണ്ടാണ് എപ്പിസോഡിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നത്തെ എപ്പിസോഡിലും ലച്ചു ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ്. തിങ്കളാഴ്ച മുതലുള്ള എപ്പിസോഡിലായിരിക്കും ലച്ചു തിരിച്ചു വരിക. ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ ആൻഡ് ഫുൾ ബാലുവും നീലുവും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനിലുള്ള എപ്പിസോഡുകൾ തന്നെയായിരിക്കും. ഏതായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ എപ്പിസോഡ് തന്നെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.